എൻ്റെ ഫ്രണ്ടിന്റെ വാട്സാപ്പ് ഹാക്കായി. ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ സിമ്പിളുമാണ്. അതായത് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ OTP വിസിബിൾ ആണെങ്കിൽ സിമ്പിളായിട്ട് അപ്പുറത്തേക്ക് വാട്സാപ്പ് മാറ്റാൻ പറ്റും. സോ ഫോൺ ആക്ച്വലി ലോക്ക്ഡ് ആണ്. ലോക്ക് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള സമയത്ത് ഞാനൊരു OTP അയക്കുകയാണ്. സോ OTP ലോക്ക് സ്ക്രീനിൽ നമുക്ക് കാണാം. ഇവിടെ വന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ OTP എന്ന് ഇവിടെ കാണാം. OTP is 12345. സോ ഇങ്ങനെയുള്ള സമയത്ത് OTP വിസിബിൾ ആണെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ട്സൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിൽ OTP അയച്ചിട്ട് ആ ഒരു OTP യൂസ് ചെയ്ത് വാട്സാപ്പ് വേറൊരു ഫോണിൽ രജിസ്റ്റർ ചെയ്യാം. വാട്സാപ്പ് മാത്രമല്ല ഏതൊരു സോഷ്യൽ മീഡിയൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. സോ അതിനുവേണ്ടി ഐഫോൺ ആവട്ടെ ആൻഡ്രോയിഡ് ആവട്ടെ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയി ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ കണ്ടന്റ് ഹൈഡ് ചെയ്യുക. പാസ്വേഡ് അടിച്ചാൽ മാത്രം കണ്ടന്റ് വിസിബിൾ ആകുന്ന രീതിയിൽ മാറ്റുക. കാര്യം വളരെ സിമ്പിളും ചെറുതാണെങ്കിലും കിട്ടുന്ന അറ്റാക്ക് വളരെ വലുതാണ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു OTP അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ OTP വിസിബിൾ ആവില്ല, ഇവിടെ മെസ്സേജ് കാണില്ല. ഈ ഒരു സെറ്റിങ്സ് എല്ലാ ഫോണിലും ഉള്ളതാണ്. സോ ഇത് വാട്സാപ്പിന്റെ കേസ് മാത്രമല്ല, ടെലിഗ്രാം ആവട്ടെ, സോഷ്യൽ മീഡിയ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ ആധാർ കാർഡ് ആവട്ടെ, എന്ത് KYC പോലും ഇതുപോലെയുള്ള അറ്റാക്കിലേക്ക് കൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഫോണിൽ മാത്രമല്ല, നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് വാച്ചും ലോക്ക് ചെയ്യുക. OTP ഇവിടെ വരുന്നുണ്ടെങ്കിലും സെയിം അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഫോർ മോർ വീഡിയോസ് ഫോളോ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി.